ശ്രീ കെ എം ഷാജഹാൻ പൊതുപ്രവർത്തകൻ നമ്മോടൊപ്പം ചിരിക്കുകയാണ്. ശ്രീ ഷാജഹാൻ, ഇവിടെ വയനാട് ചെമ്പ്രമല ട്രെക്കിങ്ങിൽ 2008 മുതൽ നടന്നത് കോടികളുടെ അഴിമതിയാണ് എന്നുള്ള കണക്കുകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ചെമ്പ്രമല ട്രെക്കിങ്ങിൽ പ്രതിദിനം വനംവകുപ്പിന് ലഭിച്ചിരുന്നത് 1 ലക്ഷത്തിലേറെ രൂപയായിരുന്നു. അതേസമയം ഈ ട്രെക്കിംഗ് വരുമാനം സംബന്ധിച്ച് യാതൊരു കണക്കുകളും ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. വനംവകുപ്പ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു അഴിമതി എന്ന രീതിയിൽ വേണ്ടി നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ഇത് ഞാനിതിനെക്കുറിച്ച് നേരത്തെ അന്വേഷിച്ചതിനെക്കുറിച്ച് വാർത്തകളൊക്കെ വന്നിരുന്നു. അത് വയനാടുള്ള ഒരു വിവരാവകാശ പ്രവർത്തകനാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് വർഷങ്ങളായി പോരാട്ടം നടത്തുന്നത്. അയാൾ നേരത്തെ CPM-മായി ബന്ധപ്പെട്ടുള്ള ഒരാളായിരുന്നു. പിന്നീട് ഈ പോരാട്ടം നടത്തി തുടങ്ങിയതോടുകൂടി അയാൾ CPM-ൽ നിന്ന് അകലുകയും ഈ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ആ വനമേഖലയിൽ ട്രെക്കിങ്ങിന് വലിയ സാധ്യതയുണ്ട്. അവിടെ എന്തോ ഒരു മുകളിൽ ചെല്ലുമ്പോൾ എന്തോ മാനസ സരസ് എന്തോ ഒരു എന്ന് പറഞ്ഞൊരു പ്രത്യേക സ്ഥലമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് വയനാട് ഏറ്റവും കൂടുതൽ ടൂറിസം സാധ്യതയുള്ള ഒരു പ്രദേശത്തെ എങ്ങനെ അഴിമതിയിലൂടെ പണമുണ്ടാക്കാൻ CPM ഉപയോഗിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പുതിയ ഒരു ഉദാഹരണമായിട്ട് വേണം ഇതിനെ കാണാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് 2008 മുതൽ ഇതിന്റെ പോരാട്ടം തുടങ്ങിയാണ് വിവരാവകാശ പ്രവർത്തകൻ, പേര് ഞാൻ ഓർക്കുന്നില്ല. അദ്ദേഹം 1-2 അതായത് 2008 മുതൽ ഈ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ പറയുന്നത് ഇതിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് ഇല്ല എന്നാണ്. വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർ തന്നെ ഇതിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് ഇല്ല എന്നുള്ള കാര്യം അംഗീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വനം വകുപ്പിലെ ഏതോ ഒരു ഉദ്യോഗസ്ഥൻ ഈ വിവരാവകാശ പ്രവർത്തകനെ സ്വാധീനിക്കാൻ ശ്രമിച്ചതായിട്ടും എനിക്ക് മനസ്സിലാക്കിയിരുന്നു. ഞാൻ ആ വിവരാവകാശ പ്രവർത്തകനോട് ദീർഘമായി സംസാരിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത്? അവിടെ ഒരു സമിതി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു സമിതിയുണ്ട്. ആ സമിതിയാണ് ഇതിന്റെ പ്രവർത്തനങ്ങളും ഇതിന്റെ പണമിടപാടുകളും മുഴുവൻ നിയന്ത്രിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞതനുസരിച്ച് ഒരു ദിവസം 1 ലക്ഷം രൂപ വരെ കിട്ടുന്നു എന്ന് പറയുമ്പം ഒരു വർഷം പിന്നെ എത്ര ഇപ്പൊ ഒരു ദിവസം ഒരു ലക്ഷം എന്ന് പറഞ്ഞാൽ ഒരു മാസം 30 ലക്ഷം രൂപയായി. 30 ലക്ഷം ഗുണം 12 എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വർഷം തന്നെ എത്ര കോടി രൂപ ഇതിന്റെ മേൽ കിട്ടും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അപ്പൊ ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ CPM-ന്റെ നേതാക്കന്മാരും പ്രാദേശിക പ്രവർത്തകരും അടങ്ങുന്ന ഒരു സംവിധാനമാണ് ഈ സമിതി കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം വിവരാവകാശ പ്രകാരം ചോദിച്ചിട്ടും വനംവകുപ്പ് ഒരു മറുപടിയും നൽകാത്തത്. ആരോഗ്യമോ സംരക്ഷിക്കാൻ അല്ലേ? ആരോഗ്യമോ സംരക്ഷിക്കാൻ എന്നുള്ളതല്ല, ഇത് CPM ആണ് ഈ സമിതി കൈകാര്യം ചെയ്തിട്ടുള്ളത്. CPM-നാണ് ഈ പണം കിട്ടിയിട്ടുള്ളത്. ഈ പണം പൊതുപ്പണമാണ്. ഈ പണം CPM-ന്റെ ഖജനാവിലേക്ക് പോയി എന്നുള്ളത് കൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ടും ഒരു രേഖയും ഇതിനകത്തില്ലാത്തത്. അപ്പൊ സ്വാഭാവികമായും CPM-ന്റെ പ്രാദേശിക നേതാക്കൾ എങ്ങനെ നേരിട്ടിറങ്ങി കൊള്ള നടത്തുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമായിട്ടാണ് നമുക്ക് ഇതിനെ കാണാൻ കഴിയുക എന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, വളരെയധികം നന്ദി ശ്രീ ഷാജഹാൻ ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്.